ആർലഫാം പുനരധിവാസ മേഖലയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പരിഗണിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ പുനരധിവാസ മേഖലയിലുള്ളവർക്ക് ഉറപ്പു നൽകി. പുനരധിവാസ മേഖലയിൽ നടത്തിയ സിറ്റിംഗിലാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത്. ജനനി സുരക്ഷാ പദ്ധതി പ്രകാരം ഗർഭിണികളായ അമ്മമാർക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം പലർക്കും കിട്ടിയിട്ടില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. 5 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാണ് റേഷൻ കടയിൽ പോകുന്നതെന്നും കാട്ടാനശല്യവും ദൂരവും പ്രയാസം ഉണ്ടാക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഇത് പരിഹരിക്കുന്നതിന് ദൂരസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പരിഗണിക്കാമെന്ന് കമ്മീഷൻ ഉറപ്പു നൽകി. റേഷനിംഗ് ഇൻസ്പെക്ടറുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിധ്യത്തിൽ റേഷൻ കടയിലെ സാധനങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതിന് റേഷൻ കടയുടമയ്ക്ക് കമ്മീഷൻ അനുമതി നൽകി. മാസത്തിൽ ലഭ്യമാക്കുന്ന 30 കിലോ അരിയിൽ 20 കിലോ പുഴുങ്ങലരിയും 10 കിലോ പച്ചരിയും എന്നത് 25 കിലോ പുഴുങ്ങലും 5 കിലോ പച്ചരിയുമാക്കി മാറ്റണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് കമ്മീഷൻ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അരിയുടെ ലഭ്യത അനുസരിച്ച് അടുത്ത മാസം മുതൽ ഇത് പരിഗണിക്കാമെന്ന് സപ്ലൈ ഓഫീസർ പ്രദേശവാസികളെ അറിയിച്ചു. അരിയുടെ തൂക്കം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഗുണമേന്മയും ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ കാർഡ് ഉടമകളോട് ആവശ്യപ്പെട്ടു. അംഗൻവാടികൾ വഴി ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാരും അംഗൻവാടി വർക്കർമാരും ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും വൃത്തിയും ഉറപ്പാക്കാൻ രക്ഷിതാക്കൾ സ്കൂളിലെത്തി കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ആഴ്ചയിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ദിവസം ഒരു മുട്ട നൽകുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണം. സ്ഥിരമായി മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഏത്തപ്പഴം ലഭ്യമാക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചാണ് പുനരധിവാസ മേഖലയിൽ നിന്നും തിരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.